ഹല്ലേലൂയ. എല്ലാ ദൈവങ്ങൾക്കും വന്ദനം അറിയിക്കുന്നു. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ നീ ഉത്തമ സ്ത്രീ. രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ വായിക്കുന്നത്, ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. നീ ഉത്തമ സ്ത്രീ എന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. രൂത്തിനെ കുറിച്ച് ആ ദേശവാസികളുടെ സാക്ഷ്യമാണ് നമ്മളോട് വായിച്ചത്. നീ ഉത്തമ സ്ത്രീയാണെന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്ക് അറിയാം. നാം ദൈവമക്കളാണ്. നമ്മളെക്കുറിച്ചുള്ളതായ സാക്ഷ്യം മറ്റുള്ളവർ എങ്ങനെ പറയുന്നു, എന്തു പറയുന്നു? നവോമിയുടെ കൂടെ വന്ന മോവാബി സ്ത്രീ രൂത്ത് ഒരു ഉത്തമ സ്ത്രീ. അതെ, അവളിലുള്ളതായ പല ഗുണങ്ങൾ നമ്മൾ പെറുക്കിയെടുക്കുമ്പോൾ കാണാൻ കഴിയുന്ന ചില കാര്യങ്ങൾ. അവൾ തീരുമാന ശക്തിയുള്ളവളായിരുന്നു. അതായത് രൂത്ത് അവളോട് പറ്റി നിന്നു, അമ്മായിയമ്മയോട്. 2, ഉപജീവന പദ്ധതി ഉള്ളവൾ. അവൾ പറയാണ്, ഞാൻ വയലിൽ ചെന്ന് കതിർ പെറുക്കട്ടെ. പിന്നീട് രൂത്ത് ഭാഗ്യം മാത്രമുള്ളവൾ. 2-3 വായിക്കുന്നുണ്ട്, ഭാഗ്യവശാൽ അവൾ ബോവസിനുള്ള വയലിൽ ആയിരുന്നു. രൂത്ത് സത്യസന്ധതയുള്ളവളായിരുന്നു. ഞാൻ കൊയ്ത്തുകാരൻ്റെ പിന്നാലെ കറ്റകളുടെയിടയിൽ പെറുക്കിക്കൊള്ളട്ടെ എന്ന് ചോദിക്കുന്നു. 2-7 വായിക്കുന്നു. കഠിനാധ്വാന ശീലമുള്ളവളായിരുന്നു. കാര്യം വീട്ടിൽ അല്പം നേരമേ താമസിച്ചിട്ടുള്ളൂ. 2-7 അധ്വാനിക്കുന്നവളായിരുന്നു. സമയനിഷ്ഠയുള്ളവളായിരുന്നു. അവൾ കാലത്ത് വന്ന് വൈകുന്നേരം വരെ പെറുക്കി. 2-7-17 വായിക്കുന്നു. തൃപ്തിയുള്ളവളായിരുന്നു. അവൾ തിന്ന് തൃപ്തിയാകുകയും ശേഷിപ്പിക്കുകയും ചെയ്തു. 2-14 വായിക്കുന്നു. കരുതലുള്ളവളായിരുന്നു. ഞാൻ ശേഷിപ്പിച്ചത് അവൾ എടുത്തു കൊടുത്തു. താൻ ശേഷിപ്പിച്ചത്. 2-18 വായിക്കുന്നു. നല്ല പെരുമാറ്റമുള്ളവൾ. ബോവസിൻ്റെ ബാല്യക്കാരോടും ചേർന്നിരിക്കുകയും അമ്മായിയമ്മയുടെ കൂടെ പാർക്കുകയും ചെയ്തു. 2-23 വായിക്കുന്നു. കണക്ക് ബോധിപ്പിക്കുന്നവളാണ്. ബോവസ് എന്നൊരാളുടെ അടുക്കലായിരുന്നു ഞാൻ ഇന്ന് വേല ചെയ്ത് എന്ന് പറഞ്ഞു വരുന്നു. ഞാൻ ഇന്ന് വേല ചെയ്തത് എന്ന് പറയുന്നു. 2-19 വായിക്കുന്നു. അതെ, രൂത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ സാക്ഷ്യം, നമ്മുടെ ക്രിസ്തീയ ജീവിതം അത് രൂത്തിനെ പോലെ റെസ്പോൺസിബിൾ ആയിരിക്കട്ടെ. നമുക്ക് ആഗ്രഹിക്കാം.